ഹായ്, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും ഓരോരോ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ഒരു ലഞ്ച് മെനുവിൻ്റെ വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഒരു വെജിറ്റേറിയൻ ലഞ്ച് മെനുവിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ഈ ലഞ്ച് മെനുവിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചൊരക്കയും പരിപ്പും കൂടെ കറി, ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി, എരിവിനായിട്ട് ഉള്ളിപ്പുളിയും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒഴിച്ചുകറിക്ക് വേണ്ടിയിട്ടുള്ള ചൊരക്കയും പരിപ്പും കൂടെ കറി വെക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പകുതി ചൊരക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി കടലപ്പരിപ്പും കൂടെ ചേർക്കണം. ഇത് രണ്ടും കൂടെ കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം മതിയാകും. ഈ ഒഴിച്ചുകറിക്ക് മാത്രമാണ് ഞാനിന്നിവിടെ തേങ്ങ ഉപയോഗിക്കുന്നത്. മറ്റ് രണ്ട് കറികൾക്കും തേങ്ങ ചേർക്കുന്നില്ല. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും വെച്ചാണ് ഞാനിത് വേവിച്ചെടുത്തത്. ഈ ഒരു സമയത്ത് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടാൻ നല്ലോണം ബുദ്ധിമുട്ടാണ്. അപ്പം കുറഞ്ഞ സാധനങ്ങൾ, അതായത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് നല്ല ഗ്രാൻഡായിട്ടൊരു മെനു, ലഞ്ച് മെനു, അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ തേങ്ങയൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിച്ചേക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 3 സ്പൂൺ തേങ്ങ, 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 സ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് നല്ലോണം അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർക്കാം. നല്ല വെണ്ണ പോലെ അരഞ്ഞു വരണം. കുക്കറിനുള്ളിലെ പ്രഷറൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. തവി കൊണ്ട് തന്നെ ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണം. ചൊരയ്ക്കയ്ക്ക് പകരം പടവലങ്ങയും ഇതേപോലെ കറി വയ്ക്കാം. അപ്പോഴും ഈ പടവലങ്ങയും കടലപ്പരിപ്പും ഇതേപോലെ എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ കുക്കറിനകത്തിൽ അടിച്ചെടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതേ അരപ്പും ഒക്കെ തന്നെയാണ് ആ കറിക്കും നമ്മൾ ചേർക്കുന്നത്. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് ചൂടാക്കണം. അതിനുശേഷം നമ്മളിത് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. താളിക്കുന്നതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒരു ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് നമ്മളിതിനകത്തിൽ ചേർക്കുന്നത് ഒരു 1/4 സ്പൂൺ തേങ്ങ തിരുമിയതാണ്. നമ്മുടെ എരിശ്ശേരിയൊക്കെ വറുത്തെടുക്കുമല്ലോ, അതേപോലെ തന്നെയാണ് ഇതും താളിച്ചെടുക്കുന്നത്. ചേർത്തിരിക്കുന്ന തേങ്ങ ഗോൾഡൻ കളർ ആകുന്നത് വരെ മൂപ്പിക്കണം. അതിനുശേഷം താളിപ്പ് ഈ കറിക്കുള്ളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഈ ലഞ്ച് മെനുവിലെ ആദ്യത്തെ കറിയായ ചൊരക്കയും പരിപ്പും കൂടെ ചേർത്തിട്ടുള്ള ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ കറി ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് 2 ബീട്രൂട്ട് എടുത്ത് ചെറുതായിട്ട് കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ഏകദേശം ഒരു 5-6 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ബീട്രൂട്ട് വെന്ത് കഴിഞ്ഞിട്ടും വെള്ളം കിടപ്പുണ്ടെങ്കിൽ അതങ്ങ് ഊറ്റിക്കളഞ്ഞാൽ മതി, കുഴപ്പമില്ല. അതേപോലെ തന്നെ ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട. നമുക്ക് ഇച്ചിരി തരിതരിപ്പായിട്ടാണ് ഈ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി വേണ്ടത്. ചൂടായി കിടക്കുന്ന പാനിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് വെന്ത ബീട്രൂട്ട് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഈ എണ്ണയും ബീട്രൂട്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല, ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ടിരുന്നാൽ മതി. ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ആ സമയത്ത് നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ കാണുന്ന പോലെ ബീട്രൂട്ടിൻ്റെ നിറമൊക്കെ മാറി ബീട്രൂട്ട് നല്ല മെഴുക്ക് പുരട്ടിയുടെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 സ്പൂൺ മുളക് പൊടി. ഇപ്പോൾ ഇതിനകത്തിൽ ആവശ്യത്തിന് എരിവുണ്ട്. എരിവ് വേണ്ടവർക്കാണ്, ഒത്തിരി വേണ്ടവർക്കാണ് ഈ 1/4 സ്പൂൺ മുളക് പൊടിയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കറിയായ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട്. ഒഴിച്ചുകറിയുമായി മെഴുക്ക് പുരട്ടിയായി. ഇനി എരിവിനൊരു കറി വേണ്ടേ? അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് ഉള്ളിപ്പുളിയാണ്. ഉള്ളിപ്പുളി വെക്കുന്നതിനായിട്ട് ചൂടായി കിടക്കുന്ന പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പം 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയുടെ നിറമൊന്ന് മാറി വരുമ്പം ഒരു വലിയ ഉള്ളിയും 1/2 മുറി പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സവാളയ്ക്ക് പകരം 10 അല്ലെങ്കിൽ 12 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി. ഉള്ളി വഴലാൻ ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലോണം ഒന്ന് വഴന്ന് വരണം. അത് കഴിഞ്ഞാണ് നമ്മൾ ബാക്കി പൊടികളൊക്കെ ചേർക്കുന്നത്.
ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ തേങ്ങ കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഉള്ളി നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് മല്ലിപ്പൊടി കുറച്ച് മതി, അതുകൊണ്ട് 1/2 സ്പൂൺ മാത്രമാണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. ഇത് മൂന്നും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഈ കറിയുടെ പേരിൽ പറയുന്ന പോലെ തന്നെ ഇതിനൊരു പുളിരസമുണ്ട്. അപ്പം ആ പുളിക്ക് വേണ്ടി നമ്മൾ ചേർക്കുന്നത് പിഴുപുളി അല്ലെങ്കിൽ വാളൻ പുളി പിഴിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ്. എത്ര ഗ്രേവി ആയിട്ടാണോ കറി വേണ്ടത് അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് തിളയ്ക്കാൻ വിടണം. കറി തിളച്ച് വരുമ്പം ഇതിലേക്ക് ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ചേർക്കുന്നതാണ് ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടി. അപ്പോൾ ഉലുവപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് ഈ ഉള്ളിപ്പുളിയുടെ മൊത്തം ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ തിള വന്നതിന് ശേഷം പുളിയുടെ പാകവും ഉപ്പിൻ്റെ പാകവും ക്രമീകരിക്കണം. പുളി ഒട്ടും കൂടിപ്പോകാനും പാടില്ല, ഒട്ടും അങ്ങ് കുറഞ്ഞു പോകാനും പാടില്ല. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ കറി വാങ്ങി വയ്ക്കാം. ഈ ലഞ്ച് മെനു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതേപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരെ ബൈ.